അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ശ്രമിക്കണം. കാരണം ധാരാളം അവസരങ്ങൾ PSC ഉദ്യോഗാർത്ഥികൾക്ക് ഈ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ അടുത്ത വർഷമൊക്കെ ഏജ് ഓവർ ആവുന്നവർക്ക് വേണ്ടിയിട്ട് ധാരാളം അവസരങ്ങൾ PSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ അവസരങ്ങൾ കൃത്യമായിട്ട് നോക്കി കണ്ട് നിങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നലെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? ഏതാണ്? 090/2026, അതായത് കാറ്റഗറി നമ്പർ 090/2026 29/2026 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അത് ഏതാണ് ആ തസ്തിക? ജൂനിയർ ക്ലർക്കാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്നത്. അവിടെ അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള, അതാണ് നെയിം ഓഫ് കൺസേൺ എന്ന് പറയുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 17,400 44,650 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. കാരണം നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, അതായത് ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. 18 to 44 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ജനറൽ കാറ്റഗറിക്കാർക്ക് 44 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തസ്തികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടാതെ ഇത് OBC-കാർക്ക് 47 വയസ്സ് വരെയും SC/ST-കാർക്ക് 49 വയസ്സ് വരെയും ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറി ഞാൻ പറഞ്ഞു 44 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഡേറ്റ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1982 അതുപോലെ തന്നെ 1/1/2008 ഇടയിൽ ജനിച്ചവർക്ക് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1982 ആൻഡ് 1/1/2008 both dates are included are eligible to apply for this post. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. 18 to 44 ആണ് ഏജ് ലിമിറ്റ്. ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു തസ്തികയാണ്. അപ്പോൾ ഇതിന്റെ യോഗ്യത, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അറിയേണ്ടത് യോഗ്യതയാണ് അല്ലെ? ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവരായിരിക്കണം. കൂടാതെ ഡിഗ്രിയോടൊപ്പം തന്നെ HDC അല്ലെങ്കിൽ JDC അല്ലെങ്കിൽ HDC ആൻഡ് BM ഈ കോഴ്സ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. കൂടാതെ BCom വിത്ത് കോർപ്പറേഷൻ പഠിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. കൂടാതെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് പഠിച്ചവർക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ യോഗ്യതയെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി ഞാൻ പറയാം, ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് HDCയോ അല്ലെങ്കിൽ HDC ആൻഡ് BMO അല്ലെങ്കിൽ JDC കോഴ്സോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ BCom പഠിച്ചവർക്ക് BCom വിത്ത് കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ BSc BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് പഠിച്ചവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഞാൻ പറഞ്ഞു എന്നാണ്? 2/9/2026 ആണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. ജൂനിയർ ക്ലർക്കാണ് തസ്തിക. കാറ്റഗറി നമ്പർ ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക, 090/2026 090/2026 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ധാരാളം ഒഴിവുകളുണ്ട്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അപ്പോൾ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.